നവാസ്, ഇപ്പോൾ ഇന്ന് ഉണ്ടായ സംഭവവികാസങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് PV അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, അതിൻ്റെ തുടർച്ചയായി ധൈര്യം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടമ്മ നടത്തിയ പ്രതികരണം, 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ബലാത്സംഗ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ സ്ത്രീ എങ്ങനെയുള്ള സ്ത്രീയാണ് എന്ന അന്വേഷണത്തിലേക്കൊക്കെയാണ്, അല്ലെങ്കിൽ പ്രതികരണത്തിലേക്കാണ് ആരോപിതനായ പോലീസുകാരൻ വന്നത്. അതെന്തുമാകട്ടെ, ഏതു തരത്തിലുള്ള സ്ത്രീയെങ്കിലും ആകട്ടെ, പക്ഷേ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആ പരാതിയിൽ FIR ഇടണമോ വേണ്ടയോ? അതെന്തുകൊണ്ട് ഈ കേസിൽ സംഭവിച്ചില്ല? തീർച്ചയായും. ഇപ്പോൾ ഞാൻ ഇന്ന് വാർത്തകൾ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ രാവിലത്തെ ബ്രേക്കിംഗ് കഴിഞ്ഞ് പിന്നീട് ഈ പോലീസുകാരുടെ പ്രതികരണം കാണുമ്പോൾ അതിൽ മുഴുവൻ പറയുന്നത് ഈ സ്ത്രീയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചാണ്, അവരുടെ ധാർമ്മികതയെക്കുറിച്ചാണ് പോലീസുകാരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആർക്കെതിരെയാണ് ആരോപണം? ബെന്നിക്കെതിരെയാണ്, DYSP ബെന്നിക്കെതിരെയാണ്, അല്ലെങ്കിൽ SP സുജിത് ദാസിനെതിരെയാണ്. ഇത് പറയാനുള്ള ധാർമ്മിക അവകാശം ഇവർക്ക് എന്താണുള്ളത്? സുജിത് ദാസിൻ്റെ വോയിസ് റെക്കോർഡ് കേരളം മുഴുവൻ കേട്ടതല്ലേ, കോൾ റെക്കോർഡ് കേരളം മുഴുവൻ കേട്ടതല്ലേ? അപ്പോൾ ധാർമ്മികതയുടെ അളവുകോൽ വെച്ച് ഈ വിഷയത്തെ അളക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ നമുക്കിതിനെ എങ്ങനെ അളക്കാം? അത് വളരെ കൃത്യമായൊരു ചോദ്യമാണ്. അതിനെ അളക്കാൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലപ്പുറം ജില്ലയിലെ പോലീസിനുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പുറത്തു വരുന്ന വാർത്തകളുണ്ട്. ഈ വാർത്തകൾക്ക് ഒരു തരത്തിലുള്ള സാമ്യതയുണ്ട്. നിങ്ങളത് പരിശോധിച്ച് നോക്ക്. ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള DYSPയുടെയും SIയുടെയും പേര്, സുജിത് ദാസ് കൈകാര്യം ചെയ്ത മറ്റു കേസുകൾ ഇവിടെ പേരുണ്ടോ? നിങ്ങൾ പരിശോധിക്ക്. താമിർ ജിഫ്രി കേസിൽ ഇതേ ആളുകളുടെ പേരുണ്ട്. പിന്നെ ബോട്ട് അപകട കേസ് അട്ടിമറിക്കുന്നതിൽ ഇതേ ആളുകളുടെ പേരുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ മുമ്പേ തന്നെ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ചർച്ചയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, മലപ്പുറം ജില്ലയിൽ SP സുജിത് ദാസ് ഇരുന്ന സമയത്ത് ഒരു നെക്സസ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചില DYSPമാരെ വെച്ച്, ചില CIമാരെ വെച്ച് ഒരു ചെയിനാണ്. ആ ചെയിനിലെ ഒരു കക്ഷി, ആ ചെയിനിലെ പ്രത്യേകിച്ച് കടപ്പുറം, താനൂർ, തിരൂർ മേഖലയിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു ഏരിയയെ കൈകാര്യം ചെയ്യുന്നത് ഈ DYSP മുഖാന്തരമാണ്. നോക്കൂ, ഇനി കരിപ്പൂർ എയർപോർട്ടിലുമായി ബന്ധപ്പെട്ട് വിവിധ വിവാദങ്ങൾ പുറത്തു വരുന്നു. നിങ്ങൾ കരിപ്പൂർ എയർപോർട്ടിലെ കരിപ്പൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തും. അവിടെ ഉണ്ടായിരുന്ന SI അവിടുത്തെ തന്നെ CI മാറും, ആ CI അവിടെ തന്നെ DYSP മാറും. നിങ്ങൾ പരിശോധിച്ച് നോക്ക്, നിലവിലെ DYSP അവിടുത്തെ CI ആയിരുന്നു. അവിടുത്തെ പോലീസ് ഓഫീസർമാർ 4ഉം 5ഉം വർഷമായി മാറാതെ വരുന്ന പോലീസ് ഓഫീസർമാർ, അവർ പോലീസ് ഓഫീസർമാരായി പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകും. അവർ മാറേണ്ട സമയമാകുമ്പോൾ അതേ പോലീസ് സ്റ്റേഷനിൽ ഇൻ്റലിജൻസ് ഓഫീസർമാരായി അവർ വരും. പിന്നെ അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ റൈറ്റർമാരായി അവർ പിന്നെയും നിയമിക്കപ്പെടും. എന്ന് വെച്ചാൽ ഇവിടെ ഈ പറയുന്ന സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു നെക്സസ് മലപ്പുറം ജില്ലയിൽ കൃത്യമായി വർക്ക് ചെയ്തിരുന്നു. ആ വർക്ക് ചെയ്ത നെക്സസ് ഗ്രൂപ്പ് പല പേരുകളിലായി ഒരു പ്രദേശത്ത് ചുറ്റിപ്പറ്റി നിൽക്കും. പ്രത്യേകിച്ച് സുജിത് ദാസിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട കേസുകളിൽ നിങ്ങൾ പരിശോധിക്കുക, അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ, അവിടുത്തെ DYSPമാർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ മാത്രമാണ്. ഇന്ന് ആരോപണ വിധേയനായ SHO പത്രക്കാരെ കാണുമ്പോൾ പറഞ്ഞ എന്താണ്, ഞാൻ SP സാറോട് കൂടി ആലോചിച്ച്, മുൻ SP സുജിത് സാറോട് കൂടി ആലോചിച്ച് അടുത്ത സ്റ്റെപ്പ് എടുക്കുമെന്നാണ്. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട് കൂടി ആലോചിച്ചിട്ടാണ് സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആരോപിക്കപ്പെട്ട സ്ത്രീ എന്തു പറഞ്ഞു വന്നതാണല്ലോ, അവരാര് എന്നതല്ല, അവരെന്തു പറഞ്ഞു വന്നതാണ്. അവർ പറഞ്ഞതിനെക്കുറിച്ച് SHO പറഞ്ഞൊരു മറുപടിയിൽ പറഞ്ഞത്, എനിക്കെതിരെ പരാതി പറഞ്ഞിരുന്നു, ആ പരാതി ബെന്നി സാർ അന്വേഷിച്ചിരുന്നു, ബെന്നി സാർ അന്വേഷിച്ചിട്ട് ആ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി. അതിനുശേഷം വീണ്ടും ഒരു സ്പെഷ്യൽ ബ്രാഞ്ച്, ശരി, അതെ, പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചു, അതിലും തെളിവില്ലെന്ന് കണ്ടു. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ FIR എവിടെ? അതിന്റെ FIR എവിടെ? കേരളത്തിൽ 376 ഗുരുതരമായ വകുപ്പ് പ്രകാരം ഇടേണ്ട FIR എവിടെ? അങ്ങനെ ഒരു FIR കേരളത്തിലില്ലല്ലോ. അപ്പോൾ FIR ഇല്ലാതെ ഇവരെന്ത് അന്വേഷണമാണ് നടത്തിയത്? അത് ഗുരുതരമായൊരു ഒഫൻസ് അല്ലേ? ഇനി അതൊക്കെ പോട്ടെ, ഇന്ന് രാവിലെ ഈ വാർത്ത വന്ന് മിനിറ്റുകൾക്കകം DYSPയും അതുപോലെ തന്നെ SHOയും മാധ്യമങ്ങളെ കണ്ടു. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ പോലീസുകാർക്ക് മാധ്യമങ്ങളെ കാണാൻ പ്രോട്ടോകോൾ ഉണ്ടല്ലോ, അനുമതി വേണമല്ലോ. ആരുടെ അനുമതി പ്രകാരം ഇവർ മാധ്യമങ്ങളെ കണ്ടത്? അപ്പോൾ ഒരു സംഘം പോലീസുകാർക്ക് പോലീസിനകത്ത് എന്തും ചെയ്യാം, എന്ത് ദാഷ്ട്യവും കാണിക്കാം, പരാതിക്കാരെ എങ്ങനെയും പെരുമാറാം, അവർക്ക് ഏത് തരത്തിലും ഇടപെടാം. ഇത് ചോദിക്കാനും പറയാനും ഇതിനകത്ത് ആരുമില്ല. ഇപ്പോൾ അൻവറിൻ്റെ പത്രസമ്മേളനം നിങ്ങൾ ലൈവായി കൊടുത്ത്, മണിക്കൂറുകളോളം ലൈവായി കൊടുത്തത് ഞങ്ങൾ കണ്ടു. ഞാൻ 2 കാര്യം സൂചിപ്പിച്ചോട്ടെ അതുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അജിത് കുമാർ എന്ന പ്രയോഗം അൻവർ നടത്തിയില്ല. എല്ലാം സുജിത് ദാസിലേക്കാണ് കേന്ദ്രീകരിച്ചത്. എന്ന് വെച്ചാൽ പാർട്ടി സെക്രട്ടറിയുടെ വാണിംഗ് വന്നിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് അന്വേഷണത്തിനില്ല എന്ന്. അപ്പോൾ സുജിത് ദാസിലേക്ക് ചുരുങ്ങുകയാണ് അൻവറിന് ചുരുങ്ങേണ്ടി വരികയാണ്. എന്ന് മാത്രം അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ വാട്സാപ്പ് നമ്പർ ഞാൻ പുറത്തുവിടുന്നു, പരാതിക്കാർക്ക് എൻ്റെ വാട്സാപ്പ് ചെയ്യാം. നാണക്കേടല്ലേ യഥാർത്ഥത്തിൽ ഈ ആഭ്യന്തര വകുപ്പിന്, ഇവിടുത്തെ പോലീസിന്? ഈ പറയുന്ന PV അൻവർ MLAയുടെ വാട്സപ്പിലേക്ക് പരാതി അയച്ചിട്ട് നീതി തരേണ്ടി വരുന്ന ജനതയായി ഈ ജില്ലയിലും ഈ സംസ്ഥാനത്തും ആളുകൾ മാറി എന്ന് പറയുന്നത്. സമാന്തര പോലീസായി തീർച്ചയായും
PV അൻവറിന്റെ പോലീസിംഗിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പ് പോലീസിംഗിലേക്ക് വിശ്വാസം അർപ്പിക്കണോ മലയാളി സമൂഹം? എന്തിനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നാണല്ലോ പറയുന്നത്. ഒരു അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു MLA, മുന്നണിയിൽപ്പെട്ട MLA വന്നിട്ട് പറയാണ് ഇനി പരാതികളൊക്കെ എൻ്റെ വാട്സപ്പിലേക്ക് അയക്കാം എന്ന് പറയുന്നത്. ഇതിനപ്പുറം കേരളത്തിന്റെ ക്രമസമാധാന മേഖല തകർന്നിരിക്കുന്നു എന്നതിന് മറ്റെന്ത് ഉദാഹരണമാണ് വേണ്ടത്? മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഇനി ആരെങ്കിലും ഞാൻ ഈ കേസ് അന്വേഷണത്തിൽ മുന്നോട്ട് പോയാൽ ആരെങ്കിലും പൊളിക്കാൻ നോക്കിയാൽ അവരെ ശരിയാക്കി കളയും എന്ന് അദ്ദേഹം പറഞ്ഞത്. ആരാ കേസ് പൊളിക്കാൻ നോക്കിയത്? അത് ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അത് ADGP ആണ്. ആ ADGPയെ സംരക്ഷിക്കുന്ന ആരാണ്? ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. പിന്നീട് ഇദ്ദേഹം തന്നെ പറഞ്ഞത് ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് P ശശിയാണ് ഇതൊക്കെ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ പൊളിക്കുന്നത് ആരാ? P ശശിയാണ്. എന്താ പാർട്ടി നിലപാട്? അതെന്ന് പാർട്ടി സെക്രട്ടറി കൃത്യമായി പറഞ്ഞു. സംസാരിച്ചിട്ടും P ശശിക്കെതിരെ പരാതി എഴുതി കൊടുത്തിട്ടില്ല PV അൻവർ. അല്ല, എന്തുകൊണ്ട് എഴുതി കൊടുത്തില്ല എന്ന് പാർട്ടി സെക്രട്ടറി ഇന്നത്തെ വാദം കറക്റ്റാണല്ലോ. എഴുതി കൊടുത്താലും അന്വേഷിക്കാൻ പാർട്ടിക്ക് കഴിയില്ല എന്ന് ബോധ്യമുള്ള അൻവർ അത് എഴുതി കൊടുത്തിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് വളരെ കൗതുകം തോന്നി. എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? ഇദ്ദേഹം പറയുന്നത് സാധാരണ പൗരന് ഇത് കേൾക്കുന്നുണ്ട്. ഏതാ പോലീസ് എന്ന് പറയുന്നത്? ഒരു മലയാളിയുടെ സാധാരണക്കാരൻ്റെ വിശ്വാസമാണ് പോലീസിംഗ് എന്ന് പറയുന്നത്. എൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ കഴിയും എന്ന കേരളത്തിലെ ഒരു സ്റ്റേറ്റിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസവും കൂറുമാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. അവിടെ ഇദ്ദേഹം പറയുകയാണ്, ഇനി ഞാൻ ഈ പരാതി ഒന്നും എഴുതി കൊടുത്തിട്ടില്ല ഇതിനെതിരെ. കാരണം എന്താണ്? ഇനി അത് കൊടുത്താൽ, മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതിയായി കൊടുത്താൽ ആ പരാതി PS കൊടുക്കും. PS കൊടുത്താലോ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പറയുന്ന ഒരു MLA ആണ്. ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് അൻവറിന് ഒഴിഞ്ഞു കൊടുത്ത അൻവറിന്റെ വാട്സപ്പ് പോലീസിംഗ് ഇവിടുത്തെ സംവിധാനം നടത്തുന്ന നല്ലത് എന്നാ ഞങ്ങൾക്ക് പറയും. ഇത്ര ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു വകുപ്പ്, ഇത്രയേറെ ആക്ഷേപങ്ങൾ കേട്ട ഒരു കാര്യം, ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും തയ്യാറാവാത്ത ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇത്ര പരാജയപ്പെട്ട ഒരു ആഭ്യന്തര വകുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തീർച്ചയായും Debate with Smriti Parithikad.